ഞങ്ങൾ അങ്ങ് തൃക്കണ്ണാപുരത്തുനിന്ന് വരുവാ. വിശന്ന് പ്രാണം പോകുന്നു. ഒരു നേരത്തെ ആഹാരം തന്നാ പുണ്യം കിട്ടും. മീൻ വെട്ടി കഴിയട്ടെ, പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. എന്നാൽ ഞാനും കൂടി സഹായിക്കട്ടെ? ഒരു വർഷം മീനും കൂടെ മതിയടി, നിന്റെ തുറന്ന വായ നടക്കും. എന്തിനാ ശകാരിക്കുന്നത്? വിശന്നിട്ടല്ലേ? ഈ തീറ്റപ്പണ്ടത്തിന്റെ സ്ഥാനത്ത് ഒരു ആഞ്ചെറുക്കനായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അലയേണ്ടി വരുമായിരുന്നു. എന്താ നാടുവിടാൻ കാരണം? 3 നേരവും പട്ടിണി. ഒരു കൂര ഉണ്ടായിരുന്നത് പെരുമഴയെ തൊലിച്ചുപോയി. പ്രായമായ ഈ പെണ്ണിനെയും കൊണ്ട് ഒരു ജോലി പോലും ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഇവിടെ വന്നാൽ അണക്കെട്ടിൽ ജോലി കിട്ടുമെന്ന് പലരും പറഞ്ഞു. എന്റെ പൊന്നുമോളി, ഞങ്ങളെ ഒന്ന് സഹായിക്കും. എന്ത് ജോലി ആയാലും മതി. എന്റെ ചേട്ടന് അണക്കെട്ടില്ല ജോലി, വിഞ്ചു ഓടിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. മോരുണ്ടോ? എന്താ ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? ചേട്ടൻ വന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാണ് എന്റെ ചേട്ടൻ. കമലാക്ഷി എന്ന പേര്. അവരും അമ്മയും ജോലി തേടി വന്നതാ. കഷ്ടം. അവരുടെ കഥ കേട്ട് ഞാൻ കരഞ്ഞുപോയി. നീ അല്ലെങ്കിൽ എന്തിനാ കരയാത്തെ? ആ പെണ്ണിനെ കണ്ടിട്ട് ആളല്പ പിശകാണെന്ന് തോന്നുന്നു. അയ്യോ, വെറും പാവമാ ചേട്ടാ. നിനക്കെങ്ങനെ അറിയാം? നീ എന്തിനാ പരിചയമില്ലാത്തവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നേ? വിശക്കുന്നു പറഞ്ഞു. ഞാൻ വിളിച്ചു ചോറ് കൊടുത്തു. ഉണ്ട ക്ഷീണത്തിന് മയങ്ങിപ്പോയി. ആ പെണ്ണിന്റെ ഭാവം കണ്ടല്ല അവള് വീട്ടുകാരി ഞാൻ വിരുന്നുകാരനാണെന്ന് തോന്നുന്നു. ചേട്ടാ, നമ്മുടെ പഴയ വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? കാര്യം മനസ്സിലായി. ഇവരെവിടെ താമസിപ്പിക്കണമെന്നായിരിക്കും. ഒരു കാലത്ത് നമ്മളും അനാഥരായിട്ടല്ലേ വന്നത്. അത് ഓർക്കുമ്പം ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അണക്കെട്ടിൽ കൂലിവേലയ്ക്ക് ആളെ എടുക്കുന്നുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞാൽ ഇവരെ കൂടി. ആ, ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് ആ പെണ്ണിന്റെ കല്യാണം കൂടി നടത്തി വെക്കാം. എന്താ? നീ പറഞ്ഞാൽ ഈ ചേട്ടൻ കേൾക്കാതിരിക്കും.